നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. പണ്ട് 10-12 കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. അത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക് കമ്പനികളിലെ അവസരങ്ങൾ, അല്ലെങ്കിൽ വളരെ പേരുകേട്ട കമ്പനികൾ, ഉദാഹരണത്തിന് അലയൻസ്, ലുലു, അതല്ലെങ്കിൽ BSNL, കോഗ്നിസന്റ്, KSFE, ഇങ്ങനെയുള്ള വിവിധ അവസരങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ തൊഴിലവസരങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സാപ്പ് ചാനലോ ഇൻസ്റ്റാഗ്രാമോ ഒക്കെ ഫോളോ ചെയ്യാം. അതിൻ്റെ ഒക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിലവസരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്കുള്ള ഒരു നല്ല അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പഠിക്കുന്നതിനേക്കാൾ അമേരിക്കയിൽ കുറഞ്ഞ ചെലവിൽ പഠിക്കുന്നതിനുള്ള ഒരു അവസരം. ഞാൻ നേരിട്ട് കഴിഞ്ഞ വർഷം വിസിറ്റ് ചെയ്ത ഒരു US യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു അവസരം ലഭ്യമായിരിക്കുന്നത്. ഏതാണ്ട് 100 കൊല്ലം പാരമ്പര്യമുള്ള US-ലെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ ഡീറ്റെയിൽസ് വിശദമാക്കുന്ന ഒരു വെബിനാർ ഈ വരുന്ന 15-ാം തീയതി, അതായത് ഞായറാഴ്ച, സൂമിൽ നടക്കുന്നുണ്ട്. ഞാനും യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സും ഒക്കെ ഈ വെബിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി 100 വർഷം പാരമ്പര്യമുള്ള യൂണിവേഴ്സിറ്റി, കുറഞ്ഞ ചെലവിൽ പഠിക്കാവുന്ന, അതും ഡിഗ്രി PG പ്രോഗ്രാംസ് ഒക്കെ 100-ലധികം കോഴ്സുകൾ പഠിക്കാവുന്ന ഈ ഒരു അവസരം ഈ വെബിനാറിൽ വിശദമാക്കും. ഓർക്കുക, നാസയിൽ വരെ ഇന്റേൺഷിപ്പ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങൾ, അല്ലെങ്കിൽ +2 സയൻസ് പഠിക്കാത്തവർക്കും നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുകയും നേഴ്സിംഗ് കോഴ്സിന്റെ ഭാഗമായിട്ട് തന്നെ NCLEX-RN ഒക്കെ പഠിച്ചിട്ട് US-ലെ ഒരു രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോബ് അഷ്വേർഡ് ആയിട്ട് പഠിക്കുവാനുള്ള അവസരങ്ങൾ, അപ്പം വിവിധ ഡിഗ്രി PG പ്രോഗ്രാംസ് ഒക്കെ പഠിക്കുന്നതിനുള്ള അവസരങ്ങൾ ഈ വെബിനാറിൽ പങ്കെടുക്കാം. USA-ൽ എങ്ങനെ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാം, അല്ലെങ്കിൽ 5 വർഷത്തെ വിസ എങ്ങനെ ലഭ്യമാകും, കാര്യങ്ങളൊക്കെ ഈ വെബിനാറിൽ മനസ്സിലാക്കും. അതും നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത, നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയിട്ട് അതിനുശേഷം വിസയും കിട്ടിയിട്ട് മാത്രം ഇതിന്റെ ഫീസൊക്കെ അടച്ചാൽ മതിയാവും. അപ്പം അങ്ങനെ വളരെ മികച്ച ഒരു അവസരമാണ്. താല്പര്യമുള്ളവർക്ക് വെബിനാറിൽ പങ്കെടുക്കുക. അതിനായിട്ട് ഇവിടെ നൽകിയിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് നൽകുന്നു. നമുക്ക് തൊഴിൽ അവസരങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ തൊഴിൽ അവസരം ലഭ്യമായിരിക്കുന്നത് സിനിപോളിസിലാണ്. നാം അറിയുന്നത് പോലെ നമ്മുടെ എറണാകുളത്തും അല്ലെങ്കിൽ വിവിധ നഗരങ്ങളിലൊക്കെ ഉള്ള മൾട്ടിപ്ലക്സുകളാണിത്. ഇവിടേക്ക് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്സ് എന്ന തസ്തികയിലേക്ക് ഏതാണ്ട് 30ഓളം വേക്കൻസിയിലേക്ക് ഒരു വാക്ക്-ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള അവസരമാണ്. മിനിമം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു 12th ക്ലാസ് ഉള്ളവർക്ക് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലാണെങ്കിൽ ഈ അവസരങ്ങളിലേക്ക് എത്താം. വലിയ തലവേന പിടിച്ച ജോലിയൊന്നുമല്ല. പക്ഷെ റൊട്ടേഷണൽ ഷിഫ്റ്റിൽ 8 AM to 5 PM ഉണ്ട്, അല്ലെ 5 PM to 2 AM ഉണ്ട്. അങ്ങനെയുള്ള ഷിഫ്റ്റിൽ ജോലി ചെയ്യേണ്ടതായിട്ട് വരും. അതിന് തയ്യാറാണെങ്കിൽ അത്യാവശ്യം നല്ല ശമ്പളം, PF, ESI, മറ്റ് ഇൻസെന്റീവ്സ് ഒക്കെ ലഭ്യമാകും. ശമ്പളം 14,800 രൂപയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതിലേക്കുള്ള ഇന്റർവ്യൂ ഡെയിലി നടക്കുന്നുണ്ട്. അതിലേക്കുള്ള വാക്ക്-ഇൻ ഇന്റർവ്യൂ എല്ലാ ദിവസവും 11:30-ക്കും 4 മണിക്കും ഇടയ്ക്കായിട്ട് കൊച്ചി MG റോഡിൽ മാളുണ്ട്, നമ്മുടെ സെൻട്രൽ സ്ക്വയറിൽ, അവിടെയുള്ള സിനിപോളിസിൽ വെച്ച് നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിലുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കി വാക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയും. അടുത്ത അവസരം ആബാസോഫ്റ്റിലാണ്. കൊച്ചി ഇൻഫോ പാർക്കിലും തിരുവനന്തപുരം ടെക്നോ പാർക്കിലും ഒക്കെ പ്രവർത്തനമുള്ള ഒരു വലിയ കമ്പനിയാണ് ആബാസോഫ്റ്റ് എന്നത്. അവര് ഫെബ്രുവരി 10-11 തീയതികളിൽ ഒരു വാക്ക്-ഇൻ ഇന്റർവ്യൂ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്നത് പോലെ കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവ്, ടെക്നിക്കൽ സപ്പോർട്ട് എക്സിക്യൂട്ടീവ്, ടെലി കളക്ഷൻ സ്പെഷ്യലിസ്റ്റ്, ഓപ്പറേഷൻസ് കോർഡിനേറ്റർ, അഡ്മിൻ ട്രെയിനി, ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, ഇങ്ങനെയുള്ള 6ഓളം തസ്തികകളിലേക്കാണ് വാക്ക്-ഇൻ ഇന്റർവ്യൂ നടക്കുന്നത്. 9 മണിക്കും 5 മണിക്കും ഇടയ്ക്കായിട്ട് വാക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഫെബ്രുവരി 10-ാം തീയതി 11-ാം തീയതി വാക്ക്-ഇൻ ഇന്റർവ്യൂ നടക്കുന്നത് ഈ ആബാസോഫ്റ്റിന്റെ ഒരു മെയിൻ ഓഫീസ് ഉണ്ട്. നമ്മുടെ കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡിൽ ഈ ഇൻഫോ പാർക്കിലേക്ക് കയറുന്ന ആ ഒരു എൻട്രൻസിന് തൊട്ട് സമീപത്തായി ചക്കോളാസ് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ വെച്ചായിരിക്കും വാക്ക്-ഇൻ ഇന്റർവ്യൂ നടക്കുക. ആദ്യം രജിസ്റ്റർ ചെയ്തിട്ട് വേണം വാക്ക്-ഇൻ ഇന്റർവ്യൂ പങ്കെടുക്കുവാൻ. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി എലൈറ്റ് ഇന്ത്യയിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അതാണ്ടോളം 10ഓളം ട്രെയിനീസിനെ ഇവര് ഓഡിറ്റ് ട്രെയിനീസ് എന്ന തസ്തികയിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. MBA-കാരെയാണ് ഹയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് MBA മാർക്കറ്റിംഗ്, സെയിൽസ്, ഫിനാൻസ് ഒക്കെ കഴിഞ്ഞവർക്ക്
ഈ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഓൾ കേരള ബേസിസിലായിരിക്കും റിക്രൂട്ട്മെന്റ് നടക്കുക. അപ്പം റോളിന്റെ ഒരു സമ്മറി ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. കണ്ടക്ട് ഷോപ്പ് ഓഡിറ്റ്സ് അക്രോസ് ഡിസ്ട്രിക്ട്സ് ഓഫ് കേരള. കേരളത്തിലെ വിവിധ ഡിസ്ട്രിക്റ്റുകളിൽ പോയിട്ട് ഷോപ്പ് ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെയുള്ള, ട്രാവൽ ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് വർക്ക് ചെയ്യാം. FMCG സെയിലും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഓഡിറ്റ് ട്രെയിനീസ് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള MBAക്കാർക്ക് 10 പേർക്കുള്ള അവസരമാണ്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അതല്ലെങ്കിൽ jobsbridge.com എന്ന സൈറ്റിൽ പോയാൽ അതായത് കമ്പനിയിൽ, ഇപ്പം ഇത് എന്ന് പറഞ്ഞാൽ എലൈറ്റ് ഇന്ത്യയാണ്, എലൈറ്റ് ഇന്ത്യ എന്ന് കൊടുത്താൽ അല്ലെങ്കിൽ മറ്റു കമ്പനികളുടെ പേര് നൽകിയാൽ ഡീറ്റെയിൽസ് ആ സൈറ്റിലും ലഭ്യമാണ്. അടുത്ത അവസരം ലഭ്യമായിരിക്കുന്നത് ലുലു ഗ്രൂപ്പിന്റെ കീഴിലുള്ള അവരുടെ ഒരു മാൻഡിൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടേക്ക് ഇൻവോയ്സ് വാലിഡേറ്റർ, വെരിഫയർ ഈ തസ്തികയിലേക്കൊക്കെ ഹയറിങ് നടക്കുന്നുണ്ട്. ഫ്രഷേഴ്സിനും അപേക്ഷിക്കാം. ബേസിക് ക്വാളിഫിക്കേഷൻ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കൊമേഴ്സ്, ഫിനാൻസ് ഓർ റിലേറ്റഡ് ഏരിയാസ്, അതായത് MCOM, MBA ഫിനാൻസ് അല്ലെ MFM പോലെയൊക്കെയുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. MS ഓഫീസൊക്കെ അറിയണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ലുലു സൈബർ ടവർ ഉണ്ട് ഇൻഫോ പാർക്കിൽ, അവിടെയായിരിക്കും ഈ വർക്ക് ലൊക്കേഷന്. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. അടുത്ത അവസരം ഗ്രാംപ്രോ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഗ്രാംപ്രോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസാഫ് ബാങ്കിന്റെ ഒക്കെ ഒരു സബ്സിഡറി കമ്പനിയാണ്. ഇവര് അപ്രന്റീസ് ട്രെയിനി ആയിട്ട് ഹയറിംഗ് നടത്തുന്നുണ്ട്. IT റിക്രൂട്ട്മെന്റ് ആണ്. ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റിലാണ് ഈ അപ്രന്റീസ് ട്രെയിനി ഹയറിംഗ് നടക്കുന്നത്. തൃശ്ശൂർ ലൊക്കേഷനിലേക്കായിരിക്കും ഹയറിംഗ്. BTech, MTech, MCA അല്ലെങ്കിൽ റിലേറ്റഡ് ഡിഗ്രി BCAക്കാർക്കോ അങ്ങനെ MSc കമ്പ്യൂട്ടർ സയൻസുകാർക്കോ ഒക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. കീ റെസ്പോൺസിബിലിറ്റി ഇവിടെ നൽകുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഒക്കെ അറിയാവുന്നവരെയാണ് പ്രിഫർ ചെയ്യുക. അപ്പോൾ അതൊക്കെ അറിയാവുന്നവരാണെങ്കിൽ ഈ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ അപ്രന്റീസ് ട്രെയിനി എന്നുള്ള ഈ ഒരു അവസരത്തിലേക്ക് എത്തുവാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. അടുത്ത അവസരം നൈപുണ്യ പബ്ലിക് സ്കൂളിലാണ്. ഇത് നമ്മുടെ അങ്കമാലിയിലുള്ള ഒരു പ്രമുഖ സ്കൂളാണ്. CBSE സ്കൂളാണ്. ഇവര് വിവിധ വിഷയങ്ങളിലേക്ക്, വിവിധ ലെവലുകളിലേക്ക് അധ്യാപകരുടെ ഹയറിങ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. PRT, TGT ഇംഗ്ലീഷ്. അപ്പൊ ഇതിലേക്ക് വേണ്ടിയിട്ട് BA, MA ഉള്ള, ഇംഗ്ലീഷുള്ള, BEdും ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇംഗ്ലീഷ് ടീച്ചേഴ്സ് BA, MA ഒക്കെ ഉള്ളവരെന്ന് പറയുമ്പോൾ ഓർക്കുക, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് ഉസ്ബെക്കിസ്ഥാനിലേക്കുള്ള സൗജന്യ റിക്രൂട്ട്മെന്റ് 1 year എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് ലഭ്യമായിരിക്കുന്നതിന്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. ഈ ചാനലിൽ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. താല്പര്യമുള്ളവർക്ക് ആ അവസരം പരിശോധിക്കാവുന്നതാണ്. സന്ദർഭവശാൽ ചോദിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ PRT, TGT ഉണ്ട് ഇംഗ്ലീഷിലേക്ക്. അതുപോലെ PRT, TGT മാത്തമാറ്റിക്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, EVS ഉണ്ട്. അവിടെയും BSc, MSc, BEd ഉള്ളവർക്ക് അപേക്ഷിക്കാം. TGT ചെയിൻ ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് സോഷ്യൽ സയൻസിലേക്ക് വേണം. ഇവിടെ BA, MA അല്ലെങ്കിൽ BEdും ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഉണ്ട് ബയോളജിയിലേക്ക്. MSc, BEd ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ അക്കൗണ്ടൻസിയിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് ഉണ്ട്. അതും MCOM, BEd ഉള്ളവർക്ക് അപേക്ഷിക്കാം. ബിസിനസ് സ്റ്റഡീസിലേക്ക് PGT ഹയറിംഗ് നടക്കുന്നുണ്ട്. MCOM, BEd ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനെ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ടീച്ചേഴ്സിനെ, സ്റ്റുഡൻറ് കൗൺസിലേഴ്സിനെ, ഡാൻസ് ടീച്ചേഴ്സിനെ, സ്കൂൾ സയൻസ് ലാബ് അസിസ്റ്റന്റുമാരെ, കമ്പ്യൂട്ടർ പ്രൊഫഷണൽസിനെ ഒക്കെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പം നൈപുണ്യ പബ്ലിക് സ്കൂൾ അങ്കമാലിയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളാണ്. February 16 വരെ ആയിരിക്കും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നുണ്ട്. ഇനി നമുക്ക് BSNLിലേക്കുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. BSNLിലേക്ക് സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ഒരു തസ്തികയിലേക്ക് ഹയറിംഗ് നടക്കുന്നുണ്ട്. BSNL എന്ന് പറഞ്ഞാൽ നാം അറിയുന്ന പോലെ ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ്, നമ്മുടെ ടെലികോം കമ്പനി. അപ്പോൾ ഇവിടേക്ക് ഏതാണ്ട് 120ഓളം പോസ്റ്റുകളിലേക്ക്, പ്രത്യേകിച്ച് ടെലികോം ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, 2 മേഖലയിലേക്ക് ഹയറിംഗ് നടത്തുന്നുണ്ട്. അപ്പം ആദ്യത്തേത് സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ടെലികോം സ്ട്രീമിലേക്ക് ആരെയായിരിക്കും ഹയർ ചെയ്യുക? എഞ്ചിനീയേഴ്സിനുള്ള അവസരം ഇവിടെ നൽകിയിട്ടുണ്ട്. BTech പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, EC ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, CSE കമ്പ്യൂട്ടർ സയൻസ്, IT ഇലക്ട്രിക്കൽ, ഇൻസ്ട്രുമെന്റേഷൻ, ഈ വിഷയങ്ങളൊക്കെ BTech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്സ് ആണ് ചോദിക്കുന്നത്. അതേപോലെ തന്നെ ഫിനാൻസ് സ്ട്രീമിലേക്ക് സീനിയർ എക്സിക്യൂട്ടീവ് ട്രെയിനീസ് ആയിട്ട് ഹയർ ചെയ്യുന്നത് CA കാര്യം അല്ലെങ്കിൽ CMA കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്
ഒക്കെ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ 2 തസ്തികകളിലേക്കാണ് ഹയറിങ് നടക്കുന്നത്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. 5 ഫെബ്രുവരിയിൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. 7 തീയതി മാർച്ച് വരെയായിരിക്കും ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. അതിനുശേഷം 8 മുതൽ 15 വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആണ്. എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുവാനായിട്ടൊക്കെയുള്ള അവസരങ്ങളുണ്ട്. 21 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. SC STക്കാർക്ക് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഫീ ഒന്നുമില്ല എന്നുള്ള കാര്യം ഓർക്കുക. അല്ലാത്തവർക്ക് ജനറൽ കാറ്റഗറിയിലൊക്കെ 2500 രൂപ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്. സോറി, SC STക്കാർക്ക് 1250 രൂപ ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീ എന്നുള്ള കാര്യം ഓർക്കുക. സെലക്ഷൻ എങ്ങനെയായിരിക്കും? അതൊരു റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇന്റർവ്യൂവിൻ്റെയും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പം ഓർക്കുക, ഏതാണ്ട് 50,500 വരെ പേ പാക്കേജ് ഉള്ള അവസരമാണ്. ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, 7 തീയതി മാർച്ച്. എങ്ങനെ അപ്ലൈ ചെയ്യും? കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകുന്നു. ഇനി നമുക്ക് കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമായിട്ടുള്ള KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ലിമിറ്റഡിൽ ലഭ്യമായിരിക്കുന്നു 1000-ലധികം വേക്കൻസികളിലേക്ക് മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്ന, ആപ്ലിക്കേഷൻ ഫീ ഇല്ലാതെ അപേക്ഷിക്കാവുന്ന ചില അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. എന്താ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് കഴിയും. കേരള സംസ്ഥാന സർക്കാർ സ്ഥാപനമായിട്ട് KSFE കരാർ വ്യവസ്ഥയിൽ ബിസിനസ് പ്രൊമോട്ടേഴ്സ് ആയിട്ട് അപേക്ഷ ക്ഷണിക്കുന്നു. ഓർക്കുക, കരാർ വ്യവസ്ഥയിലുള്ള റിക്രൂട്ട്മെന്റ് ആണ്, ബിസിനസ് പ്രൊമോട്ടേഴ്സ് ആയിട്ടാണ്. 20 വയസ്സും 45 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. മിനിമം 10ാം ക്ലാസ് യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം. ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് അഭികാമ്യമായ യോഗ്യത. 10ാം ക്ലാസ്സുകാർക്ക് അപേക്ഷിക്കാമെങ്കിലും +2 ഉള്ള, ഡ്രൈവിംഗ് ലൈസൻസ്, സ്വന്തമായി വാഹനമൊക്കെയുള്ള, മാർക്കറ്റിംഗ് രംഗത്ത് പരിചയമുള്ളവർക്ക് പ്രിഫറൻസ് നൽകും. അതായത് അവർക്കായിരിക്കും മുൻഗണന നൽകുക. അല്ലെങ്കിൽ അഭികാമ്യമായ ഒരു ക്വാളിഫിക്കേഷനാണ്. എന്നാൽ മിനിമം 10ാം ക്ലാസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. വണ്ടി ഇല്ലെങ്കിലും ഒക്കെ അപേക്ഷിക്കാനായിട്ട് കഴിയും. എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ഒക്കെ അപേക്ഷിക്കാം. ഫെബ്രുവരി 15 തീയതി വരെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഓൺലൈനായിട്ട് വേണം അപേക്ഷ സമർപ്പിക്കാൻ. അതെങ്ങനെയെന്ന് ഞാൻ കാണിക്കാം. അപേക്ഷിക്കുമ്പം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖല ഓഫീസുകൾ സൂചിപ്പിക്കണം. അവിടെയായിരിക്കും നിയമനം കിട്ടും. അപ്പം നോക്കുക, ഇവിടെ ലഭ്യമായിരിക്കുന്ന ഒഴിവുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴ റീജിയൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ എന്തുമാത്രം ഓഫീസുകളിലാണ്. എറണാകുളം റൂറലിലെ അവസരങ്ങൾ കാണാം, എറണാകുളം അർബനിലെ അവസരം കാണാം. ഇങ്ങനെ കോഴിക്കോട് റൂറൽ, അർബൻ, കൊല്ലം റൂറൽ, അർബൻ, അങ്ങനെ തുടങ്ങിയിട്ട് കണ്ണൂരെ അവസരങ്ങൾ, കോട്ടയത്തെ അവസരങ്ങൾ, കട്ടപ്പന, ഇടുക്കി ജില്ലയാണ്, മലപ്പുറത്തെ, ഇവിടെ 12ഓളം ജില്ലകളിൽ, പാലക്കാട്, 1000കണക്കിന് അവസരങ്ങളാണ്. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഏതാണ്ട് 17ഓളം പേജുകളിൽ ഈ വേക്കൻസി ഇതാ ഇവിടെ കാണാൻ സാധിക്കും. 683 ഓഫീസുകളിൽ, 12ഓളം ജില്ലകളിൽ, ഇത്രയും ഓഫീസുകളിൽ 1000-ലധികം തൊഴിലവസരങ്ങൾ ലഭ്യമാണ്. അപ്പം നിങ്ങൾ ഏത് ജില്ല, ഇപ്പോൾ കോട്ടയംകാരാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏത് ബ്രാഞ്ചിലാണ് അവസരം എന്ന് കണ്ടെത്തുക. കണ്ടെത്തിയതിന് ശേഷം അത് വെച്ചുകൊണ്ട് വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്. അപ്പോൾ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ തിരഞ്ഞെടുത്ത മേഖലാ ഓഫീസുകളിലായിരിക്കും നിയമനം. അപ്പോൾ അത് സൂചിപ്പിക്കണം. എങ്ങനെയായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക? വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് ഉണ്ട്, അത് വായിച്ച് മനസ്സിലാക്കി അവിടെ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും. ഇവിടെ നിങ്ങളുടെ ഫുൾ നെയിം, നിങ്ങളുടെ ജെൻഡർ, മെയിലാണോ ഫീമെയിലാണോ, ഫാദറിൻ്റെ പേര്, മൊബൈൽ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, പെർമനന്റ് അഡ്രസ്സ്, കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് സെയിം ആണെങ്കിൽ അതൊക്കെ കൊടുക്കുക. ID കാർഡ് ഏതാണ് കൊടുക്കുന്നത്? ആധാർ ആണെങ്കിൽ ആധാർ ഓപ്റ്റ് ചെയ്യുക. ID കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ആണോ പ്രീ ഡിഗ്രി ആണോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. പിന്നെ ഏത് റീജിയനിലാണ് അപ്ലൈ ചെയ്യുന്നത് അത് പ്രത്യേകം ഇവിടെ കൊടുക്കണം. അപ്പം ഞാൻ ഉദാഹരണത്തിന് കോട്ടയം ആണെന്നുണ്ടെങ്കിൽ കോട്ടയം എന്നുള്ളത് എടുക്കുക. ബാക്കി നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. നോട്ട് റോബർട്ട് എന്നതൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് വേണം ഇതിന് അപേക്ഷിക്കുവാനായിട്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമും ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. ഇനി നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കാം. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് നമുക്കൊക്കെ പരിചിതമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരെ എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികയിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈയിടെ ഏതാണ്ട് 600ഓളം വേക്കൻസികളിലേക്ക് ഹയറിങ് നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചിലതൊക്കെ ഇപ്പം ക്ലോസ്ഡ് ആയി. ഇപ്പം ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ് എക്സിക്യൂട്ടീവ് ട്രെയിനി എന്നുള്ളത്. അപ്പോൾ ഇതിന് ആർക്കായിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയും? ഇത് കൂടുതലും എഞ്ചിനീയേഴ്സിനൊക്കെ ഉള്ള അവസരങ്ങളാണ്. എന്നാൽ അല്ലാത്ത PGക്കാർക്കൊക്കെയുള്ള അവസരങ്ങളുമുണ്ട്. ഇവിടുത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, നേവൽ ആർക്കിടെക്ചർ, സിവില്, സേഫ്റ്റി, ഈ മേഖലയിലൊക്കെ ഡിഗ്രി, അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം. 65% മിനിമം മാർക്ക് നേടിയിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്.
ഇനി ഫിനാൻസിലേക്കാണെങ്കിൽ പാസ് ഇൻ ഫൈനൽ എക്സാമിനേഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ ഒരു CA അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിരിക്കും ഫിനാൻസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഇനി ഹ്യൂമൻ റിസോഴ്സിലേക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി, MBA പോലെയുള്ള ഡിഗ്രികൾ, മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ബിസിനസ് മാനേജ്മെന്റ് അല്ലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക്, MSW ഒക്കെ ഉള്ളവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 64 ഒഴിവുകളാണ് ടോട്ടൽ ലഭ്യമായിരിക്കുന്നത്. ഇതിന് 20-ാം തീയതി ഫെബ്രുവരി വരെ ആയിരിക്കും അപേക്ഷിക്കാനായിട്ട് കഴിയുക. അപ്പം ഞാൻ ആദ്യം സൂചിപ്പിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ എക്സിക്യൂട്ടീവ് ട്രെയിനി തസ്തികയിലെ 64 ഒഴിവുകളിലേക്കുള്ള ഹയറിംഗ് ആണ്. ബാക്കി 500 അധികം വേക്കൻസികൾ ഇപ്പോൾ എക്സ്പയർഡ് ആയിട്ടുണ്ട്. എഞ്ചിനീയേഴ്സിനാണ് കൂടുതൽ അവസരങ്ങൾ, MBA-ക്കാർക്കും ഒക്കെ അവസരങ്ങളുണ്ട്, CA-ക്കാർക്കും ഒക്കെ അവസരങ്ങളുണ്ട്. ഫെബ്രുവരി 20-ാം തീയതി വരെ അപേക്ഷിക്കാം. 64 വേക്കൻസികളാണ് ടോട്ടൽ ഉള്ളത്. അവർക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുമ്പോൾ കൊച്ചിയിൽ മാത്രമാകണമെന്നില്ല ജോലി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ആകാം, അല്ലെങ്കിൽ മുംബൈ ഷിപ്പ് റിപ്പയർ യൂണിറ്റിലാകാം, അല്ലെങ്കിൽ കൊൽക്കത്ത ഷിപ്പ് റിപ്പയർ യൂണിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ AN ഷിപ്പ് റിപ്പയർ യൂണിറ്റ്, അല്ലെ ശ്രീ വിജയപുരം ആൻഡമാൻ ആൻഡ് നിക്കോബാർ അവിടുത്തെ ഷിപ്പ് റിപ്പയർ യൂണിറ്റിലൊക്കെ ആയിരിക്കും ജോലി ചെയ്യേണ്ടതായിട്ട് വരിക. ഇവിടെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നൽകുന്നുണ്ട്. പേ പാക്കേജ് ഒക്കെ വളരെ മികച്ച പേ പാക്കേജ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 14.92 lakh പെർ ആനം, അതായത് 1 ലക്ഷത്തിലധികം പ്രതിമാസ ശമ്പളമുള്ള അവസരങ്ങളാണ്. എന്നാൽ ഇനീഷ്യലി 50,000 രൂപ കൺസോളിഡേറ്റഡ് മന്ത്ലി സ്റ്റൈഫൻഡിലായിരിക്കും. 1 ഇയറിന്റെ ട്രെയിനിങ് പീരീഡ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അസിസ്റ്റന്റ് മാനേജർ ആക്കും. അപ്പോൾ ഉള്ള പേ സ്കെയിലാണ് ഇതായി കാണാൻ സാധിക്കും. 1,40,000 വരെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പാക്കേജിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെയുണ്ട്. അതാണ് 14.92 lakh പെർ ആനം CTC-യിലായിരിക്കും കൺഫേംഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക. ഏജ് ഇതാ ഇവിടെ നിങ്ങൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പർ ഏജ് 27 വയസ്സായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 27 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. അത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 21 ഫെബ്രുവരി 1999 ശേഷം ജനിച്ചവരായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും സെലക്ഷൻ നടക്കുക? അതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്, പിന്നെ GD ഉണ്ട്, റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ സെലക്ഷൻ നടക്കുക. ബാക്കി ഞാൻ റിസർവേഷൻ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഒരു ആപ്ലിക്കേഷൻ ഫീ ഉണ്ട്, ഇതാ ഇവിടെ കാണാൻ സാധിക്കും. 1000 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾ പേ ചെയ്യേണ്ടതായിട്ട് വരിക. ഓൺലൈനായിട്ട് പേ ചെയ്യേണ്ടതായിട്ട് വരും. ആപ്ലിക്കൻസ് ബിലോങ്ങിങ് ടു SC/ST നീഡ് നോട്ട് പേ ആപ്ലിക്കേഷൻ ഫീ. അങ്ങനെയുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീ ഇല്ല. ഓൺലൈനായിട്ട് അപേക്ഷിക്കണം. കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ നൽകുന്നു. അപ്പോൾ നോക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് അതാത് കമ്പനിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ പ്രൈവറ്റ് കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ സൗജന്യമാണ്. ഗവൺമെന്റ് കമ്പനികളിലെ ചിലതിനൊക്കെ ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് എന്നുള്ള കാര്യം. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ല്. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ നമ്മുടെ സൈറ്റിലൂടെയും വാട്സാപ്പ് ചാനലിലൂടെയും ഒക്കെ അത് തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നന്ദി, നമസ്കാരം.